നമസ്കാരം. ബംഗാൾ രാഷ്ട്രീയത്തിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേറ്റത്തിന് പിന്നാലെ ഭരണ സംവിധാനങ്ങളിൽ വൻ അഴിച്ചുപണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സിലിഗുരിയിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കും നിയമവിരുദ്ധ നിർമ്മാണങ്ങൾക്കുമെതിരെ ശക്തമായ ഭരണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ക്രമസമാധാന പാലന രീതിയായ യോഗി മോഡൽ ബംഗാളിലും നടപ്പിലാക്കുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ആദ്യ ചുവടുവെപ്പായിട്ടാണ് ഈ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നഗര സൗന്ദര്യവൽക്കരണത്തിനും അപ്പുറം കുറ്റകൃത്യങ്ങൾ തടയുവാനും ഭൂമാഫിയകളെ അടിച്ചമർത്താനുമുള്ള ഭരണകൂടത്തിൻ്റെ ദൃഢനിശ്ചയമാണ് സിലിഗുരിയിൽ ഇപ്പോൾ പ്രകടമാകുന്നത്. സിലിഗുരി സബ് ഡിവിഷണൽ ഓഫീസിൽ ചേർന്ന ഉന്നതതല യോഗം ഈ ദൗത്യത്തിൻ്റെ ഗൗരവം വ്യക്തമാക്കുന്നു. സിലിഗുരിയിലെ അനധികൃത നിർമ്മാണങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഉത്തർപ്രദേശിൽ നിന്ന് 2 ഡസനോളം ബുൾഡോസറുകൾ എത്തിക്കാനുള്ള തീരുമാനം വലിയ വാർത്താ പ്രാധാന്യമാണ് നേടിയിരിക്കുന്നത്. ഡാർജിലിംഗ് MP രാജു ബിസ്തയാണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഉത്തർപ്രദേശിൽ കുറ്റവാളികളുടെയും കയ്യേറ്റക്കാരുടെയും പേടി സ്വപ്നമായി മാറിയ ബുൾഡോസർ നടപടികൾ അതേ മാതൃകയിൽ ബംഗാളിലും നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി പോലീസ് കമ്മീഷണറും ജില്ലാ പോലീസ് സൂപ്രണ്ടും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. നിയമവിരുദ്ധമായി കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങൾക്കും സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച സൗകര്യങ്ങൾക്കും ഇനി ഇളവുണ്ടാകില്ല എന്ന കർശന മുന്നറിയിപ്പാണ് ഭരണകൂടം നൽകുന്നത്. സിലിഗുരി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെ രൂക്ഷമായ ഭാഷയിലാണ് രാജു ബിസ്ത വിമർശിച്ചത്. നഗരത്തിൽ വ്യാപകമായ രീതിയിൽ നിയമവിരുദ്ധ നിർമ്മാണങ്ങൾ നടന്നിട്ടും അത് തടയുന്നതിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം ആരോപിച്ചു. പുഴയോരങ്ങളും സർക്കാർ പുറമ്പോക്കുകളും കയ്യേറി നിർത്തുന്ന നിർമ്മാണങ്ങൾ എത്രയും വേഗം നീക്കം ചെയ്യാത്ത പക്ഷം ബുൾഡോസറുകൾ ഉപയോഗിച്ച് അവ തകർക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നിർമ്മാണങ്ങളിലെ ക്രമക്കേടുകളെക്കുറിച്ച് വിശദീകരണം തേടാൻ ഉടൻ തന്നെ കോർപ്പറേഷൻ അധികൃതരുടെ യോഗം വിളിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കയ്യേറ്റങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം തന്നെ മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെയും അനധികൃത മദ്യശാലകൾക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ ഭരണകൂടം തയ്യാറെടുക്കുകയാണ്. ക്രമസമാധാന പാലനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാണ് പുതിയ ബംഗാൾ സർക്കാരിൻ്റെ തീരുമാനം. ലഹരി മരുന്ന് വിതരണ ശൃംഖലകൾ തകർക്കുന്നതിനും അനധികൃതമായി പ്രവർത്തിക്കുന്ന ബാറുകളും പബ്ബുകളും പൂട്ടിക്കുന്നതിനും പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിക്കും. പുഴകളിൽ നിന്ന് മണൽ കടത്തുന്ന മാഫിയകൾക്കും നിയമവിരുദ്ധമായി ടോൾ പിരിക്കുന്നവർക്കുമെതിരെ കടുത്ത നടപടികളുണ്ടാകും. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് നടപ്പിലാക്കിയ മാതൃകയിൽ ഭൂമാഫിയകളെയും ക്രിമിനലുകളെയും അടിച്ചമർത്തുന്നതിലൂടെ സംസ്ഥാനത്തെ ക്രമസമാധാന നില മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നാണ് BJP നേതൃത്വം കരുതുന്നത്. ഇതിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ സിലിഗുരിയിൽ വൻതോതിലുള്ള ഒഴിപ്പിക്കൽ നടപടികൾ നടക്കുമെന്നും ഉറപ്പായിട്ടുണ്ട്. ബംഗാൾ തിരഞ്ഞെടുപ്പ് കാലത്ത് BJP ഉയർത്തിക്കാട്ടിയ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു യോഗി മോഡൽ ഭരണം. കുറ്റവാളികളെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടുകയും അനധികൃത സ്വത്തുക്കൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്യുന്ന ഈ രീതിക്ക് വലിയ ജനപിന്തുണ ലഭിച്ചിരുന്നു. സിലിഗുരിയിൽ ഈ നടപടികൾ ആരംഭിക്കുന്നത് ബംഗാളിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും സമാനമായ രീതിയിൽ ഭരണം വ്യാപിക്കുന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. നിയമവാഴ്ച ഉറപ്പാക്കുന്നതിനും സാധാരണക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഇത്തരം കർശനമായ നടപടികൾ അത്യാവശ്യമാണെന്ന നിലപാടിലാണ് സുവേന്ദു അധികാരി സർക്കാർ. സിലിഗുരിയിലെ ഈ ഭരണപരമായ നീക്കം പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സിലിഗുരിയിൽ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള പുതിയ സർക്കാരിൻ്റെ തീരുമാനം കേവലം ഒരു നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയല്ല, മറിച്ച് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുമായി ആഴത്തിൽ ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായൊരു നീക്കമാണ്. ഭൂമിശാസ്ത്രപരമായി സിലിഗുരിക്ക് ഭാരതത്തിൻ്റെ ഭൂപടത്തിലുള്ള സ്ഥാനം അത്യന്തം നിർണായകമാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബാക്കി ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി ഇടനാഴിയിലൂടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുപ്രധാന ഗതാഗത വിനിമയ ശൃംഖലകൾ കടന്നുപോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സിലിഗുരിയിലെ ഓരോ നിയമവിരുദ്ധ നിർമ്മാണവും അനധികൃത താമസവും രാജ്യത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതിനാൽ ബുൾഡോസറുകൾ ഉപയോഗിച്ചുള്ള ഈ ഒഴിപ്പിക്കൽ നടപടി രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ശക്തമായ ചുവടുവെപ്പായി മാറുന്നു. സിലിഗുരിയുടെ തന്ത്രപ്രധാനമായ സ്ഥാനം പരിഗണിക്കുമ്പോൾ നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾക്ക് ഇത് വളരെ അടുത്താണ്. ഈ അതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും തടയുന്നതിന് സിലിഗുരിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നത് അത്യാവശ്യമാണ്. അനധികൃതമായി നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളും ചേരികളും പലപ്പോഴും വിദേശ ഏജന്റുകൾക്കും രാജ്യവിരുദ്ധ ശക്തികൾക്കും ഒളിത്താവളമായി മാറാറുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുടെ തിരിച്ചറിയൽ രേഖകൾ കൃത്യമല്ലാത്തത് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. കയറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിലൂടെ ഇത്തരം സുരക്ഷിത താവളങ്ങൾ ഇല്ലാതാക്കാനും സംശയാസ്പദമായ നീക്കങ്ങൾ നിരീക്ഷിക്കാനും സുരക്ഷാ സേനയ്ക്ക് കൂടുതൽ എളുപ്പമാകും. ഇത് അതിർത്തി കടന്നുള്ള ഭീകരവാദവും കള്ളക്കടത്തും തടയുവാൻ വലിയ തോതിൽ സഹായിക്കും. രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്തേക്കുള്ള ഏക റെയിൽ റോഡ് ബന്ധം സിലിഗുരി ഇടനാഴിയിലൂടെയാണ് കടന്നുപോകുന്നത്. യുദ്ധകാലത്തോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളിലോ സൈനിക നീക്കങ്ങൾ വേഗത്തിലാക്കാൻ ഈ പാതകൾ തടസ്സമില്ലാത്തതായിരിക്കണം. എന്നാൽ പാതയോരങ്ങളിലെ കയ്യേറ്റങ്ങളും അനധികൃത നിർമ്മാണങ്ങളും ഗതാഗത കുരുക്കിനും സുരക്ഷാ പാളിച്ചകൾക്കും കാരണമാകും. സൈനിക വാഹനങ്ങൾക്കും സാമഗ്രികൾക്കും തടസ്സമില്ലാതെ സഞ്ചരിക്കുവാൻ പാതകൾ കയ്യേറ്റമുക്തമാക്കുന്നത് അത്യാവശ്യമാണ്. സിലിഗുരിയിലെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ നിന്ന് ബുൾഡോസറുകൾ ഉപയോഗിച്ച് കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നത് സൈന്യത്തിന് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുകയും അടിയന്തര ഘട്ടങ്ങളിൽ അതിവേഗം പ്രതികരിക്കാനുള്ള രാജ്യത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു.
മയക്കുമരുന്ന് മാഫിയകൾ, ആയുധക്കടത്ത് സംഘങ്ങൾ, വ്യാജ കറൻസി ശൃംഖലകൾ എന്നിവയുടെ പ്രവർത്തന കേന്ദ്രമായി പലപ്പോഴും ഇത്തരം കയ്യേറ്റ പ്രദേശങ്ങൾ മാറാറുണ്ട്. ഈ ക്രിമിനൽ സംഘങ്ങൾ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. സിലിഗുരിയിലെ ഭരണകൂടം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന കർശനമായ നിലപാട് ഇത്തരം മാഫിയകളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. അനധികൃത നിർമ്മാണങ്ങൾ തകർക്കുന്നതിലൂടെ ഈ സംഘങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാകുന്നു. ഇത് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുവാനും നഗരത്തിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനും സഹായിക്കും. ആഭ്യന്തരമായി രാജ്യം സുരക്ഷിതമാകുമ്പോൾ മാത്രമേ വിദേശ ഭീഷണികളെ നേരിടാൻ നമുക്ക് കൂടുതൽ കരുത്ത് ലഭിക്കുകയുള്ളൂ. പ്രാദേശികമായ ഭൂമാഫിയകളും രാഷ്ട്രീയ സംരക്ഷണത്തിൽ വളരുന്ന ഗുണ്ടാ സംഘങ്ങളും സർക്കാർ ഭൂമി കൈക്കലാക്കുന്നത് തടയുന്നതിലൂടെ ഭരണകൂടത്തിൻ്റെ അധികാരം ഉറപ്പിക്കാൻ ഈ പുതിയ സർക്കാരിന് സാധിക്കും. യോഗി മോഡൽ എന്നറിയപ്പെടുന്ന ഈ കർശനമായ നടപടിക്രമങ്ങൾ കുറ്റവാളികളിൽ ഭയം ജനിപ്പിക്കുകയും നിയമവാഴ്ചയോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ജനങ്ങളിൽ സുരക്ഷിതബോധം വളർത്തുന്നതിനൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ലാത്ത സാഹചര്യം ഒരുക്കുകയും ചെയ്തു. സിലിഗുരിയിലെ ഓരോ ഇഞ്ച് ഭൂമിയും കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നും നിയമലംഘകർക്ക് ശിക്ഷ ലഭിക്കുന്നതുമുള്ള സന്ദേശം രാജ്യസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. ചുരുക്കത്തിൽ സിലിഗുരിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് കേവലം കെട്ടിടങ്ങൾ തകർക്കുന്ന പ്രക്രിയയല്ല, മറിച്ച് ഇന്ത്യയുടെ ഹൃദയമിടിപ്പായ സിലിഗുരി ഇടനാഴിയെ സുരക്ഷിതമാക്കുന്ന പ്രവർത്തനമാണ്. രാജ്യവിരുദ്ധ ശക്തികളുടെ താവളങ്ങൾ ഇല്ലാതാക്കുന്നതിനും സൈനിക നീക്കങ്ങൾ സുഗമമാക്കുന്നതിനും മാഫിയ സംഘങ്ങളെ അടിച്ചമർത്തുന്നതിനും ഈ നടപടി അത്യന്താപേക്ഷിതമാണ്. സുവേന്ദു അധികാരി സർക്കാരിൻ്റെ ഈ സുപ്രധാന നീക്കം പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തി സുരക്ഷയെ കൂടുതൽ കടുത്തുറ്റതാക്കുകയും രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്യും. വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ കവാടമായ സിലിഗുരി സുരക്ഷിതമാക്കുന്നതോടെ ഭാരതത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രതിരോധ ശേഷിയാണ് വർദ്ധിക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അധികാരമേറ്റതിനു ശേഷം സംസ്ഥാനത്തിൻ്റെ ഭരണക്രമത്തിലും ക്രമസമാധാന പാലനത്തിലും കൊണ്ടുവന്ന ഏറ്റവും ശ്രദ്ധേയമായ മാറ്റമാണ് ബുൾഡോസർ നീതി എന്ന് വിശേഷിക്കപ്പെടുന്ന കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികൾ. നിയമവിരുദ്ധമായി സർക്കാർ ഭൂമി കൈവശം വച്ചിരിക്കുന്നവർക്കും ക്രിമിനൽ സംഘങ്ങൾക്കും എതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്ന ഈ രീതി ഉത്തർപ്രദേശിലെമ്പാടും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒന്നാണ് പ്രയാഗ്രാജിലെയും ലക്നൌവിലെയും വലിയ തോതിലുള്ള ഒഴിപ്പിക്കൽ നടപടികൾ. ഒരു കാലത്ത് മാഫിയ സംഘങ്ങളുടെയും ഗുണ്ടാ നേതാക്കളുടെയും അധീനതയിലായിരുന്ന കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂമിയാണ് യോഗി സർക്കാർ ബുൾഡോസറുകൾ ഉപയോഗിച്ച് വീണ്ടെടുത്തത്. ഈ നടപടികൾ വെറുമൊരു ഒഴിപ്പിക്കൽ മാത്രമായിരുന്നില്ല, മറിച്ച് കുറ്റവാളികൾക്ക് ഭരണകൂടം നൽകുന്ന ശക്തമായ മുന്നറിയിപ്പ് കൂടിയായിരുന്നു. പ്രയാഗ്രാജിൽ ഗ്യാങ്സ്റ്റർ ആദിഖ് അഹമ്മദിൻ്റെയും സംഘത്തിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഭൂമി തിരിച്ചുപിടിച്ചതാണ് ഈ നടപടികളിൽ ഏറ്റവും പ്രമുഖമായി നിൽക്കുന്നത്. ദശാബ്ദങ്ങളായി ആദിഖ് മുഹമ്മദ് നിയമവിരുദ്ധമായി കൈവശം വച്ചിരുന്നതും അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിച്ചതുമായ സർക്കാർ ഭൂമി യോഗി സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയും ആ ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തു. കേവലം ഭൂമി തിരിച്ചുപിടിക്കുക മാത്രമല്ല സർക്കാർ അവിടെ ചെയ്തത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിടിച്ചെടുത്ത ആ ഭൂമിയിൽ ദരിദ്രരായ കുടുംബങ്ങൾക്കായി പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകി. കുറ്റവാളികളിൽ നിന്ന് പിടിച്ചെടുത്ത ഈ ഭൂമി പാവപ്പെട്ടവരുടെ തലചായ്ക്കാനുള്ള ഇടമായി മാറ്റുന്ന ഈ മാതൃക ലോകമെമ്പാടും വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി. ക്രിമിനലുകൾക്ക് ശിക്ഷയും പാവപ്പെട്ടവർക്ക് നീതിയും ഒരേ സമയം നടപ്പിലാക്കാൻ ഇതിലൂടെ സാധിച്ചു. ലക്നൌവിലെ അക്ബർ നഗറിൽ നടന്ന വൻതോതിലുള്ള ഒഴിപ്പിക്കൽ നടപടിയാണ് മറ്റൊരു പ്രധാന ഉദാഹരണം. ലക്നൌ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഭൂമിയിലും പുഴയോരത്തുമായി ആയിരക്കണക്കിന് അനധികൃത നിർമ്മാണങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. നഗരത്തിലെ ജലസ്രോതസ്സുകളെ നശിപ്പിക്കുന്ന രീതിയിൽ ഉയർന്നു വരുന്ന ഈ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാൻ ഭരണകൂടം വലിയൊരു ദൗത്യം തന്നെ അന്ന് ഏറ്റെടുക്കുകയായിരുന്നു. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അനുമതിയോടെയാണ് ഈ വൻകിട ഒഴിപ്പിക്കൽ നടന്നത്. ആയിരക്കണക്കിന് വീടുകളും വാണിജ്യ സ്ഥാപനങ്ങളും ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തു. അക്ബർ നഗറിനെ പൂർണ്ണമായും കയ്യേറ്റം മുക്തമാക്കിയ ശേഷം അവിടെ മനോഹരമായ പാർക്കുകളും വനവൽക്കരണ പദ്ധതികളും നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു. നഗരത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടന പുനഃസ്ഥാപിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും ഇത്തരം കർശന നടപടികൾ അനിവാര്യമാണെന്ന് യോഗി സർക്കാർ തെളിയിച്ചു. സമാനമായ രീതിയിൽ നോയിഡയിലെ ഗ്രേറ്റർ നോയിഡ മേഖലയിലും വലിയ തോതിലുള്ള ഭൂമി വീണ്ടെടുക്കൽ ദൗത്യങ്ങൾ നടന്നിട്ടുണ്ട്. ഭൂമാഫിയകൾ കൈവശപ്പെടുത്തിയിരുന്ന നൂറുകണക്കിന് ഏക്കർ സർക്കാർ ഭൂമിയാണ് നോയിഡ അതോറിറ്റി ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തത്. വൻകിട ബിൽഡർമാർ പോലും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇത്തരം നടപടികളിൽ നിന്ന് ഒഴിവായില്ല. ഇതേ മാതൃകയിൽ തന്നെയാണ് കാൺപൂരിലും വാരണാസിയിലും കുറ്റവാളികളെയും മാഫിയകളുടെയും ബിനാമി സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും തകർക്കുകയും ചെയ്തത്. വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതും പൊതുജനങ്ങളുടെ അവകാശം കവർന്നെടുക്കുന്നതുമായ ഒരു കയ്യേറ്റത്തെയും സർക്കാർ വെച്ചുപൊറിപ്പിക്കില്ല എന്ന കൃത്യമായ സന്ദേശം ഇതിലൂടെ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് ലഭിച്ചു. യോഗി ആദിത്യനാഥിൻ്റെ ഈ ഭരണ പരിഷ്കാരം ക്രമസമാധാന നില മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കുറ്റവാളികളുടെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ഫലപ്രദമാണ് എന്ന തത്വമാണ് ഇന്ന് ഉത്തർപ്രദേശിലെ സാധാരണക്കാർക്ക് ഗുണ്ടകളുടെയോ ഭൂമാഫിയകളുടെയോ ഭീഷണിയില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നുവെന്നത് ഈ ഒഴിപ്പിക്കൽ നടപടികളുടെ വലിയ വിജയമാണ്. പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ബുൾഡോസർ നടപടിക്ക് പ്രചോദനമായത് ഉത്തർപ്രദേശിലെ ഈ വിജയകരമായ മാതൃകയാണ്. നിയമവാഴ്ച ഉറപ്പാക്കാനും സർക്കാർ ഭൂമി സംരക്ഷിക്കാനും ഇത്തരം വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഒരു ജനാധിപത്യ രാജ്യത്ത് അനിവാര്യമാണ് എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന,
ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.